ദേവി ഫുള്ള് എൻ്റെ അടുക്കള ഫുള്ള് അടിച്ച് പൊളിച്ച് കളഞ്ഞാൽ നോക്കട്ടെ എന്നെ എടുക്കുന്നത്. നിൻ്റെ ഗാനമേളയൊക്കെ കഴിഞ്ഞോ? എവിടം വരെ ആയി പാചകമൊക്കെ? എന്നെ നിനക്ക് ചെവി കേൾക്കത്തില്ലേ പറഞ്ഞത്? ഇന്നൊരു ഗസ്റ്റ് വരുന്നതാണ്. അപ്പം നീ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങണം കേട്ടോ. ഹായ് ആർമീസേ, അന്നിപ്പം നമ്മുടെ ദേവൂട്ടി ഡ്രസ്സൊക്കെ മാറി സൈക്കിളിൽ മാർക്കറ്റിലോട്ട് പോവുക. നമുക്കെന്നാൽ സ്റ്റോറിലോട്ട് പോകാം. എൻ്റെ മുടി പിടിച്ചിട്ട് അമ്മയുടെ കറക്റ്റായിട്ടിരിക്കുന്നുമില്ല. വേഗത്തിൽ ചവിട്ടി പോട്ടെ. മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാം. സൈക്കിൾ അവിടെ വെച്ചിട്ട് കുറച്ച് നടക്കാൻ മതി. എൻ്റെ ഭംഗിയെ കാണാൻ വേണ്ടി നടക്കുന്നത് നല്ല രസമുണ്ട്. കുറേ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ട്. എൻ്റെ ദൈവമേ, രണ്ടാനമ്മ അറിഞ്ഞ അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവും ദേവൂട്ടിയുടെ. നായകന് അപ്പുറം സൈഡിൽ കൂടെ നടന്നു വരുന്നുണ്ട്. ഇവരെ നമ്മൾ കണ്ടുമുട്ടിയില്ലെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. വാ, സ്റ്റോറിലേക്ക് പോകാം. ചിറ്റേനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്നാമത്തെ റേഞ്ചും ഇല്ല. അതാരും അവിടെ നിന്ന് ഓടി വരുന്നത്. മിക്കവാറും ആ കൊച്ചെന്നെ വന്ന് തട്ടുവാ. റേഞ്ചും ഇല്ല. അയ്യോ, എവിടെ നോക്കിയാ താൻ നടക്കുന്നത്? കണ്ണ് കാണത്തില്ലേ? ഇന്നാ എല്ലാം ഞാൻ പെറുക്കി തന്നിട്ടുണ്ട്. എന്നാലും അവൾ ഏതാ? ഞാൻ എവിടെയോ കണ്ടു മാറുന്ന മുഖം.